രാജ്യത്തെ കടക്കാരുടെ എണ്ണം കൂടിയതായി നബാർഡ് സർവേ. കുടുംബങ്ങളുടെ ശരാശരി മാസ വരുമാനം 5 വർഷ കാലയളവിൽ 57.6% വർദ്ധിച്ചു എന്ന നബാർഡ് സർവേ റിപ്പോർട്ടിൽ വൈരുദ്ധ്യങ്ങളായ കണക്കുകളുമുണ്ട്. വിവിധ സൂചികകളെ അടിസ്ഥാനമാക്കി രാജ്യത്തെ 1 ലക്ഷം വീടുകളുടെ വിവരങ്ങൾ ശേഖരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കുടുംബങ്ങളുടെ ഭക്ഷണ ഉപഭോഗം 2016-17 കാലത്തെ 51%-ൽ നിന്ന് 2021-22 കാലത്ത് 47% കുറഞ്ഞെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രാമീണ കുടുംബങ്ങളുടെ വരുമാനം കൂടിയെന്ന് പറയുമ്പോഴും കടവും ചെലവും കൂടിയതും ഭക്ഷണോപഭോഗവും ഭൂസ്വത്തുക്കൾ കുറഞ്ഞതും ഫലത്തിൽ കണക്കുകളിലെ വൈരുദ്ധ്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വിവിധ സൂചികകളുടെ അടിസ്ഥാനത്തിലുള്ള വീടുകളുടെ തിരഞ്ഞെടുപ്പിൽ പാളീച്ച പറ്റിയാലും ഇങ്ങനെ സംഭവിക്കാം. നഗരത്തോട് അടുത്ത ഗ്രാമങ്ങളിലെ വീടുകൾ, വീട്ടിലാകെ താമസിക്കുന്ന അംഗങ്ങൾ, മറ്റിടങ്ങളിൽ പഠിക്കാനും തൊഴിലിനും പോയവർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിഗണിച്ചാവണം തെരഞ്ഞെടുപ്പ്. കടക്കെണിയിലായ കുടുംബങ്ങളുടെ ശതമാനവും ഇക്കാലയളവിൽ 47.4 നിന്ന് 52.2%. വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയെടുത്ത കാർഷിക കുടുംബങ്ങളിൽ 60.5%-ൽ നിന്ന് 75% ഉയർന്നു. കാർഷികേതര വായ്പയും ഇത്തരം കുടുംബങ്ങളിൽ നിന്ന് 56.7%-ൽ നിന്ന് 72.7%. അതേസമയം കാർഷിക കുടുംബങ്ങൾ സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലാതെ എടുക്കുന്ന വായ്പ 30.3%-ൽ നിന്ന് 23.4% കുറഞ്ഞിട്ടുമുണ്ട്. മാസ കുടുംബ വരുമാനം 8,059 രൂപയിൽ നിന്ന് 12,698 രൂപയായാണ് കൂടിയത്. എന്നാൽ വിലക്കയറ്റവും പണപ്പെരുപ്പവും ഒക്കെ കാരണം ചെലവാകുന്ന മാസത്തുക 6,646 രൂപയിൽ നിന്ന് 11,262 രൂപയായി. ഫലത്തിൽ വർധനവ് കുടുംബങ്ങളിൽ പ്രകടമാവില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. 1.08 ഹെക്ടറിൽ നിന്ന് 0.74 ഹെക്ടറായി ശരാശരി ഭൂസ്വത്തും കുറഞ്ഞു. അതേസമയം കാർഷിക വരുമാനം കൂടിയ സംസ്ഥാനങ്ങളിൽ കേരളവും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കാർഷിക വൃത്തിയിലൂടെ മാത്രം വരുമാനം ഏറ്റവും കൂടിയ 3 സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. പഞ്ചാബ് 31,433 രൂപയും ഹരിയാന 25,655 രൂപയും കേരളം 22,757 രൂപയുമാണ്. ബീഹാർ, ഒഡീഷ, ജാർഖണ്ഡ്, ത്രിപുര എന്നിങ്ങനെയാണ് മറ്റ് കണക്ക്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഷുറൻസ് ഉള്ള അംഗങ്ങളുള്ള കുടുംബങ്ങളുടെ അനുപാതവും വർദ്ധിച്ചു. 25.5%-ൽ നിന്ന് 80.3%-മാണിത് കൂടിയത്. ഏതെങ്കിലും തരത്തിലുള്ള പെൻഷൻ ലഭിക്കുന്ന അംഗങ്ങളുള്ള കുടുംബങ്ങളുടെ എണ്ണവും കൂടി. 2016-17 18.9%-ൽ നിന്ന് 2021-22 23.5%-മായാണ് വർദ്ധിച്ചത്.